നിന്നെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളിയോ അല്ല. പഴയ നിയമത്തിൽ വീണ്ടെടുക്കുന്നതിന് വെള്ളി കൊടുക്കണം. എക്സോഡസ് 30:12 30:12 പറയാ, നീ എന്തോ ചെയ്യണം? അരശേക്കൽ വെള്ളി കൊടുക്കണം. ആരെയെങ്കിലും വീണ്ടെടുക്കണമെങ്കിൽ, ആരെയെങ്കിലും വിടുവിക്കണമെങ്കിൽ എക്സോഡസ് 30:12 പറയുക, ഈ വെള്ളി കൊടുത്താലേ പറ്റൂ. പക്ഷെ പത്രോസ് പറയുക, നിന്നെ വീണ്ടെടുത്തത് അരശേക്കൽ വെള്ളിയല്ലടാ, നിന്നെ വീണ്ടെടുത്തത് പൊന്നല്ല, പിന്നെ വിലയേറിയ രക്തത്താൽ. In the Old Testament, if someone wants to redeem someone, they need to pay money for them. But the New Testament says you are not redeemed by the perishable goods such as silver or gold, but the blood of Jesus. ഒന്നുകൂടെ പറയാം, നിന്നെ വീണ്ടെടുത്തത് അരശേക്കൽ വെള്ളിയല്ല, നിന്നെ വീണ്ടെടുത്തത് അവന്റെ വിലയേറിയ precious blood. You may repeat it again, you are redeemed by the precious blood of Jesus. ഈ ബ്ലഡ് ഭയങ്കര, യേശുവിന്റെ രക്തം ഭയങ്കര. The blood of Jesus does mighty things. പാപമില്ലാത്ത രക്തം, It is sinless blood. പരിശുദ്ധ രക്തം, നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം, It will നിന്നെ cleanse you, സംരക്ഷിക്കുന്ന രക്തം, will protect you, നിന്നെ വിടുവിക്കുന്ന രക്തം, it will save you. നിന്റെ കുടുംബത്തിന് കാവലായി ഇറങ്ങുന്ന രക്തം. The same blood is purify you, the same blood is protect you, the same blood is purchase you. This is a powerful blood. That blood is cover you and your family. അതേ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു, വീണ്ടെടുത്തു. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അത് ഇന്നും ഒഴുകുന്നു. യേശുവിന്റെ രക്തം നിന്നെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, same blood, let me tell you to you, പിശാച് നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞേനെ. Jesus hadn't protected you. എന്നാൽ ഇന്ന് പകൽ നിന്റെ മേൽ ആ രക്തത്തിന്റെ ശക്തി വെളിപ്പെട്ടതുകൊണ്ട്, Today the power of that blood is coming upon our യേശുവിന്റെ ചങ്കിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ പവർ നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട്, the blood shed from the heart നിന്റെ of തലമുറ Jesus. സംരക്ഷിക്കപ്പെടുന്നു. Your generations will be protected. നിന്റെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നു. Your family will be protected. നിന്റെ യാത്രകൾ സംരക്ഷിക്കപ്പെടുന്നു. Your journey will be protected. രണ്ട് കൈയും ഉയർത്തി പറഞ്ഞ താങ്ക് യു ഫോർ ദ ബ്ലഡ് ഓഫ് ജീസസ്. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ഓ രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. അപ്പൊ ഈ രക്തം നിന്നെ ശുദ്ധീകരിച്ചു. This blood cleansed you. ആ രക്തം നിന്നെ സംരക്ഷിക്കുന്നു. That blood protects you. ആ രക്തം നിന്നെ വിലയ്ക്ക് വാങ്ങി. It has bought you. നീ ഇനി ആരെയും പന്ത് തട്ടി കളിക്കുന്ന ആളല്ലെന്ന്. You will not be a ball. ഇപ്പം നിനക്കൊരു ഉടയവനുണ്ട്. You have an owner now. ഇനിയും അവൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. He will not let you go. അവൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. He has redeemed you. പാപത്തിനോ മന്ത്രവാദത്തിനോ sorcery, പൈശാചിക മണ്ഡലങ്ങൾക്കോ or any satanic നിന്നെ തൊടാൻ കഴിയില്ല. will not be able to ആ touch you. രക്തം നിന്നെ സംരക്ഷിക്കുകയാണ്. That blood will protect you. ഇന്ന് പകൽ യേശുവിന്റെ രക്തമെന്ന് നീ പറയുമ്പോ, When you say the blood of Jesus, നിന്റെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നു. your family will be നിന്റെ protected. തലമുറകൾ സംരക്ഷിക്കപ്പെടുന്നു. Generations will be protected. നിന്റെ ശരീരം സംരക്ഷിക്കപ്പെടുന്നു. Your body is protected. കരമുയർത്തി പറഞ്ഞ യേശുവിന്റെ രക്തം. Lift up your hands and say the blood of Jesus.